അന്തർദേശീയ തലത്തിലുള്ള കുറ്റവാളിയായതുകൊണ്ട് ഇന്റർപോൾ ഈ വിഷയം അന്വേഷിച്ചു. ഇന്റർപോളിൻ്റെ അന്വേഷണത്തിൽ 2 കോടതി ജീവനക്കാരാണ് കുറ്റക്കാർ. ആന്റണി രാജുവിനെ അവിടെ പരാമർശിക്കുന്നേയില്ല. പണ്ട് നടന്ന അന്വേഷണത്തിൽ, ഇന്റർപോൾ നടത്തിയ അന്വേഷണത്തിൽ ഈ കൊച്ചു പയ്യൻ വക്കീൽ ഇന്റർപോളിനെ സ്വാധീനിച്ചു എന്നാണോ പറയുന്നത്? അങ്ങനെ ഇന്റർപോളിനെ സ്വാധീനിച്ച് കേസ് അന്വേഷണം അട്ടിമറിക്കാൻ മാത്രം ഈ ആന്റണി രാജു എന്താ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നോ? സാമാന്യ ബഹദൂര് നോക്ക് വേണ്ടേ? ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് അന്വേഷണം. AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കെ ഈ കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവന്നു. അന്നൊരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ സർക്കാർ പ്രഖ്യാപിച്ചു. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും ആന്റണി രാജു പ്രതിസ്ഥാനത്തില്ല. 2 കോടതി ജീവനക്കാരെയാണ് അവിടെയും പ്രതിയാക്കിയിരിക്കുന്നത്. അപ്പം ആന്റണി രാജു ചെയ്തതും തെറ്റ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആര് എന്നത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഇരയാക്കി വേട്ടയാടുമ്പോൾ വിവരമുള്ളവർ ചോദ്യം ചെയ്യണം. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. യഥാർത്ഥ തെറ്റുകാരനെ ശിക്ഷിക്കപ്പെടണം. കോടതിക്കകത്ത് കയറി കൃത്രിമം നടത്തിയ ആ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ആ സംഭവത്തിലെ ഗൂഢാലോചനയിലെ ഇരയെയല്ല ശിക്ഷിക്കേണ്ടത് എന്നൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രതിയെ വെറുതെ വിടുന്നുവെങ്കിലും ഇതിന് പിന്നിൽ നടന്ന കൃത്രിമങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ സൂചിപ്പിക്കുന്നു. അതനുസരിച്ച് ഹൈക്കോടതി വിജിലൻസ് സെല്ല് അന്വേഷിക്കുന്നു. കേരള ഹൈക്കോടതിയുടെ വിജിലൻസ് സെല്ല് അന്വേഷിച്ച ആ കേസിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിൽ പറയുന്നുണ്ട് സെലിൻ വിൽഫ്രഡും 2 കോടതി ജീവനക്കാരുമാണ് പ്രതികളെന്ന്. കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ ആന്റണി രാജു സ്വാധീനിച്ചു എന്നാണോ പറയുന്നത്? അന്ന് ആരാണ്? ഒറ്റയ്ക്കൊരു കേസ് നടത്താൻ പോലും പ്രാപ്തനാകാത്ത, രാഷ്ട്രീയ നേതാവായിട്ടില്ലാത്ത ആ കൊച്ചു പയ്യൻ ഈ ഹൈക്കോടതിയുടെ വിജിലൻസിൻ്റെ അന്വേഷണത്തിന് സ്വാധീനിച്ചു എന്ന് ആർക്ക് പറയാൻ കഴിയും? ആര് വിശ്വസിക്കുന്നത്? എനിക്ക് അയാളുടെ PR വർക്കൊന്നുമില്ല. എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആൾക്കൂട്ടത്തിൽ നടത്തുമ്പോൾ സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കണം.